ഈശ്വരൻ സ്ഥിതിയായിരിക്കട്ടെ. ഒരു നിയമജ്ഞൻ ഈശോയോടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, കർത്താവെ, ഏറ്റവും സുപ്രധാനമായ കൽപ്പന ഏതാണ്? ഈശോ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹവും പരസ്നേഹവും, ഇതാണ് ഈശോ പഠിപ്പിച്ച പ്രധാന കൽപ്പന. ദൈവസ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സഹോദരസ്നേഹം ഉണ്ടാവും. സഹോദരസ്നേഹം ഉള്ളിടത്ത് ദൈവസ്നേഹം ഉണ്ടാവും. ഇത് പരസ്പരം ബന്ധിതാണ്. സഹോദര സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നെന്ന് പറയാനായിട്ട് എങ്ങനെ പറ്റുക? എൻ്റെ സഹോദരനെ വെറുക്കുകയും സഹോദരൻ നന്മ ചെയ്യുകയും ചെയ്യാതെ സഹോദരനോട് വെറുപ്പും വിദ്വേഷവും ഒക്കെയായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹം എനിക്കൊന്നുണ്ടെന്ന് പറയാനായിട്ട് അങ്ങനെ ധൈര്യം വന്നു. യോഹന്നാൻ 1 ലേഖനത്തിലെ 4 അധ്യായം 20 വാക്യത്തിൽ പറയുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ എങ്ങനെയാണ് കാണപ്പെടാൻ ദൈവം സ്നേഹിക്കാൻ സാധിക്കുക? എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, സഹോദരങ്ങളോട്, മക്കളോട് ആത്മാർത്ഥ സ്നേഹം എനിക്കില്ലെങ്കിൽ, അവരോട് കരുണ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്കെതിരെ വെറുപ്പും വൈരാഗ്യം വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ നിന്ന് നീ അകലെയാണ് എന്നുള്ള ആ ബോധ്യം നിനക്ക് വേണം. അതുകൊണ്ട് സഹോദര സ്നേഹത്തിൽ ആഴമായി വളരാം. മത്തായി 25:40 പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി സുവിശേഷത്തിൽ 18:30 പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവർ കരുണ കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടതുപോലെ പ്രവർത്തിക്കുക. അതിനാൽ മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയും കരുണയുമുള്ളവരായിരിക്കാം. ഫിലിപ്പി ലേഖനത്തിലെ 2 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെയാകണമെന്ന് അവിടെ പൗലോസ് വരച്ചു വയ്ക്കുന്നുണ്ട്. അവിടെ പറയാ, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ താല്പര്യം പരിഗണിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിനെ പറ്റി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിനെ പറ്റി, മറ്റുള്ളവർ കരുണ കാണിക്കേണ്ടതിനെ പറ്റി, അനുകമ്പയോട് പെരുമാറുന്നതിനെ കുറിച്ച് പൗലോസ് വ്യക്തമായിട്ട് പഠിപ്പിക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയുണ്ട്. ഹംഗറിയിലും എലിസബത്ത് രാജ്ഞി കുറേ വർഷം മുമ്പ് മരിച്ച വിശുദ്ധയാണ്. എലിസബത്ത് രാജ്ഞിക്ക് പാപങ്ങളോട് കരുണയും സ്നേഹവും ഒക്കെയുള്ള മകളായിരുന്നു. എല്ലാ ദിവസവും സായാഹ്നമാകുമ്പോൾ കുറച്ച് പേരെയും കൂട്ടി അവൾ ഈവനിംഗ് വാക്കിന് പോകും. കൈവിഷയല്ല അവൾ പോവുക. കയ്യിൽ കുറച്ച് ഭക്ഷ്യസാധനം ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, കുറച്ച് പൈസ ഉണ്ടാവും. എലിസബത്ത് രാജ്ഞി എല്ലാ ദിവസവും പോകുന്നത് കൊണ്ട്, ഒരു പതിവുള്ളത് കൊണ്ട് പാവപ്പെട്ട പല വ്യക്തികളും റോഡിൻ്റെ ഇരുവശങ്ങളിലും അവിടേക്ക് ഇരിക്കുന്നുണ്ടാവും. ഓരോരുത്തർക്കും ആവശ്യമായ എന്തോ അത് എലിസബത്ത് രാജ്ഞി കൊടുക്കുമായിരുന്നു. ആ കൊടുക്കുമ്പോൾ എലിസബത്ത് രാജ്ഞി അവരോട് പറയും, മക്കളെ, നിങ്ങൾ ഇതുപോലെ തന്നെ മറ്റൊരു കൊടുക്കണോട്ടോ, നിങ്ങളിതുപോലെ മറ്റൊരു കൊടുക്കണോട്ടോ. അപ്പോൾ ആ പാവപ്പെട്ട വ്യക്തികൾ രാജ്ഞിയോട് പറയും, അല്ലയോ രാജ്ഞി, ഞങ്ങൾ പാവങ്ങളല്ലേ, അന്നത്തെ അപ്പത്തെ പോലെ വകയില്ലാത്തവരല്ലേ, നിങ്ങൾ എന്താ കൊടുക്കുക? എലിസബത്ത് രാജ്ഞി പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാൻ പണമല്ലെന്നുള്ളൂ, നിങ്ങൾ കൈകളില്ലേ മറ്റുള്ളവർ അധ്വാനിക്കാനായിട്ട്? നിങ്ങൾ കാലുകളില്ലേ വേദനിക്കുന്ന പക്കലെ പോകാനായിട്ട്? നിങ്ങൾ കണ്ണുകളില്ലേ, ഹൃദയമില്ലേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട്, കരയുന്നവരെ കരയാനായിട്ട്? സ്നേഹമുള്ളവരെ,
എലിസബത്ത് പറഞ്ഞു വയ്ക്കുന്ന ഈ വലിയ സത്യം ഞാനും നിങ്ങളും ഓരോ ദിവസവും പ്രാവർത്തികമാക്കേണ്ടതാണ്. മറ്റുള്ള കൊടുക്കാൻ പണമില്ലായിരിക്കാം, ഉള്ളവർ തീർച്ചയായിട്ടും സഹായിക്കണം. പക്ഷെ പണത്തേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർ നന്മ ചെയ്യാൻ എത്രയോ അവസരങ്ങൾ ദൈവം നമുക്ക് ഈ ശരീരം, ഈ കഴിവുകളൊക്കെ തന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അധ്വാനിക്കാനായിട്ട് ഈ കൈകൾ, മറ്റു പ്രയാസങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ കാതുകൾ, മറ്റുള്ള ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മുടെ നാവ്, കരയുന്നവരോട് കരയാനായിട്ട് എൻ്റെ കണ്ണുകൾ, മറ്റൊരു ആത്മാവ് സ്നേഹിക്കാനായിട്ട് എൻ്റെ ഹൃദയം. അങ്ങനെ പല മേഖലകളിൽ മറ്റുള്ളവർക്കൊരു അഭയം കൊടുക്കാൻ, മറ്റുള്ളവർക്കൊരു താങ്ങാകാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ, മറ്റുള്ളവർക്കൊരു ഉണർവ് കൊടുക്കാൻ, ഒരു പ്രത്യാശ കൊടുക്കാൻ എനിക്കാകും. എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നതല്ല ജീവൻ ശ്രേഷ്ഠ അടങ്ങിയിരിക്കുന്നത്. മക്കളെ, നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ടാവും നമുക്കറിയത്തില്ല. ഉള്ള കാലം അത് മറ്റുള്ളവരുടെ കരുണ കാണിച്ചു, മറ്റുള്ളവർക്ക് നന്മ ചെയ്തും, മറ്റുള്ളവരോട് സഹിഷ്ണുതയോട് പെരുമാറിയും ജീവിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. പാവപ്പെട്ട വ്യക്തികളിലെ അഗതികളിലും അനാഥരിലും ആലംബഹീനരിലുമൊക്കെ കർത്താവ് തിരുമുഖം കണ്ടുകൊണ്ട് അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, അവരുടെ ആത്മാർത്ഥ നന്മ ചെയ്യാൻ നമുക്കുമാകട്ടെ. അങ്ങനെ സ്നേഹത്തെ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് നമ്മുടെ ജീവിതങ്ങൾ ധന്യമാക്കി തീർക്കുവാനായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നല്ലവരെ കൊണ്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.